കണ്ടുപിടിച്ചിട്ട് അവർ പറയുന്നത് ഇതിനൊരു ഓപ്ഷനൊന്നുമില്ല, ഇതിനൊരു ഓപ്ഷനൊന്നുമില്ല. പഴയ റിപ്പോർട്ടും ഇപ്പോഴത്തെ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് ഇതിലൊക്കെ ഒരേ ഇഷ്യൂ ആണ്. ഇതൊക്കെ പിന്നെ സർജറി അങ്ങനെ അവർ പറയുന്നത്. വേറെ ഒന്നും അവർക്ക് പറയാനില്ല. എൻ്റെ ഇവിടെ അത് കാണൂല, ഈ മുടി നിൽക്കുന്നുണ്ട്, അത് കാണത്തില്ല. അതാ ഇവിടെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു നല്ല രീതിയിൽ മുഴച്ചിട്ടുണ്ട്. ചോദിച്ചാലും തിരിച്ചു രോഗികളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. ഞാൻ പിന്നെ മിണ്ടിയില്ല. പിന്നെ അപ്പോൾ നമ്മളിന്ന് ആശുപത്രി മെഡിക്കലിലേക്ക് പോയി. അവിടെ അഡ്മിറ്റ് ആക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം 2 വട്ടം ഛർദ്ദിച്ചു പോകും. അത് ഇന്നലെ അവിടുന്ന് പറഞ്ഞ പ്രമുഖ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്ത മരുന്ന് അമ്മയ്ക്ക് പറ്റുന്നില്ല. ഗ്യാസിൻ്റെ 2 പ്രാവശ്യം ഛർദ്ദിച്ചു. അതുകൊണ്ട് അവിടെ കൊണ്ട് അഡ്മിറ്റ് ആക്കുമെന്ന് എനിക്കറിയില്ല. നമുക്ക് പോവാം. മൊത്തം അൽക്കുലത്തെ കേസാണ്. നോക്കാം, എല്ലാം പോസിറ്റീവ് എടുക്കണമല്ലോ. നോക്കാം. മറന്നില്ലല്ലോ. എല്ലാം മറന്നാലും ചീട്ട് ഇല്ല, മറന്നിട്ടില്ല. ഇപ്പം എന്താ പറ്റുന്ന പറ്റിയ മെഡിസിൻ്റെ ഈ ഗ്യാസ് ഉണ്ടാവുമെന്ന് പറഞ്ഞ് വിശക്കരുത്, ഇടയ്ക്കിടയ്ക്ക് വല്ലതും ഇച്ചിരി വായിലിടുവാന്ന് നല്ലതായിരുന്നു. ബിസ്ക്കറ്റ് ഇഷ്ടമല്ല, പിന്നെ എന്താണ് അതപ്പോൾ ദഹിക്കാതെ കിടക്കും. എപ്പോഴാകുമ്പോ രാവിലെയാണോ കഴിച്ചത്? ഇച്ചിരി ചോറ് എടുത്തോണ്ടു. അപ്പൊ അവര് ഞാൻ കുളിക്കാൻ കയറാൻ തുടങ്ങിയപ്പോ അവരപ്പോ അവിടെ ഇതാക്കുന്നുണ്ടോ ഞാൻ ചോറെടുത്ത് കയറി വന്നു. ഞാൻ കുളിച്ചിറങ്ങിയപ്പോഴും എനിക്കിങ്ങനെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥത പോലെ തോന്നി. ഇവിടെ ഹോസ്റ്റലിലെത്തി. വാലറ്റ് പാർക്കിങ്ങിൽ വണ്ടി കൊടുക്കാം. ഇച്ചിരി ലേറ്റായി പോയിന്ന്. 1:30 ആയിരുന്നു സമയം. 1:30 കഴിഞ്ഞു എത്തിയപ്പോൾ. നടന്ന് നോക്കും ഒരു വഴിക്ക്. ഗൈനക് ഡിപ്പാർട്ട്മെൻറ്റ് 5 സ്ഥലത്തൊക്കെ പോയിക്കും. അവിടെ ചെല്ലുമ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് പറയും. നമ്മൾ പുറത്തിറങ്ങിയില്ലല്ലോ. ആ പുറത്താണോ ഇനി ഹോസ്പിറ്റലിന് പുറത്താണോ എന്ന് എനിക്കറിയാം. അതാണോ? ഇവിടെ എന്തൊക്കെ നടക്കണേ? ആരെങ്കിലും പുതിയ ടവർ തുടങ്ങിയിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ അല്ല, ഇവിടെ ഗൈനിക്കിന്റെ വേറെ ഡോക്ടേജ് മാത്രമേ ഇവിടെ അല്ല. ഇംഗ്ലീഷ് എന്തിലാണ് ടവർ 4ലാണ്. ശരി, ബാബാ അതല്ല, ഇത്രയും ലോങ് നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അവരെന്തൂരം കറങ്ങി ടവർ 4 തന്നെ എന്തൂരം കറങ്ങി നമുക്കറിയില്ല ഇത്രയും ലോങ് പോടുന്നു. ഇവിടെ എടുത്ത ഒരു വരെയൊക്കെ എക്സാമിനും ചെയ്തിട്ട് ചുമ്മാ നോക്കിയിട്ടുണ്ടല്ലോ. സമാധാനത്തിന് പോയിട്ട് അസമാധാനത്തോടെ തെറ്റും. അവരുടെ സംസാരം അങ്ങനെ ആയിരുന്നല്ലോ. ഒരു മര്യാദയ്ക്ക് നോക്കിയിട്ട് പോലുമില്ല. ഞാനതാ പറഞ്ഞത്, അവരേക്ക് എക്സാമിൻ പോലും ചെയ്തില്ല. മോനെ പിന്നെ കുഞ്ഞുണ്ണി ഇച്ചിരി തണുപ്പുള്ള സ്ഥലത്തൊന്നും നിർത്തി പിള്ളേരുടെ വെച്ച് സാവകാശമൊക്കെ നമുക്കൊന്നും അത്ര കടക്കരുത്.
ഒരു ഇഡ്ഡലി കൂട്ടവും ഇല്ലാത്തൊന്നുമില്ല. അത് പൊട്ടിപ്പോയെ. അമ്മച്ചി പോയ പിന്നെ ആരാ മേടിക്കുന്നു? പാത്രമൊക്കെ മേടിച്ചു കൊടുക്കുന്ന അമ്മച്ചി. അവിടെ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട കിട്ടിയെങ്കിൽ ഉടനെ ഇപ്പം അത് കൊണ്ടു കൊടുക്കാൻ മേടിച്ചു വെച്ച പാത്രങ്ങൾ അവിടെ കയറുന്ന രാജു കയറുന്നു തട്ടുമ്പോൾ. അതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഇതൊന്നും പറയുന്നില്ല. അന്നേരം അതൊന്നും കഴിച്ചിട്ട് കാര്യമില്ല. അതിനെ സ്റ്റോപ്പ് ചെയ്തേക്കാൻ അവർ പറയും. ഒരു മരുന്നും വേണ്ട. എന്തൊരു വൃത്തിയായിട്ട സ്ത്രീയാണോ. ആന്റിബയോട്ടിക് കൊടുത്തത് റിലീവ് കിട്ടാൻ, അത് കഴിച്ചതിന്റെ ഗുണമുണ്ട് താൻ. അല്ലെങ്കിൽ ഇന്ന് ഇങ്ങനെ ഇരിക്കും. ചുമ്മാ അവിടം വരെ പോയി നമ്മുടെ സമയം നഷ്ടം. ഞാൻ ഇവളിത് പറഞ്ഞതേ ഹോസ്റ്റൽ പോകണ്ടെന്ന് പറഞ്ഞതാ. അപ്പൊ ബിജുവിന്റെ വാക്കനുസരിച്ചില്ലേ. ഇതൊന്നും പറഞ്ഞു ഞാൻ ചോദിച്ചു. അച്ഛൻ നോക്കിയിട്ടൊന്നും പറയാൻ എന്താ പറയാ, നല്ല പ്രതീക്ഷയിലല്ലേ പറയുന്നേ. ഇങ്ങനെ വോമിറ്റ് ചെയ്തു. അവിടെ ടെൻഷൻ ആണല്ലോ. കഴിക്കാണ്ട് അത് ഇതൊന്നും കഴിച്ചിട്ടൊന്നും കാര്യമില്ല. അല്ല അവനെ അവഗണിച്ചത് പറയത്തില്ല. നമ്മള് പോയില്ല. അവഗണിച്ചതല്ലേ, അല്ല അച്ഛൻ ടെൻഷന്റെ പുറത്ത് പറയുന്നല്ലേ. അല്ല പോകാത്തോണ്ടാ പോയിരുന്നേ. നമ്മളിപ്പോ പോയില്ലായിരുന്നേ പറഞ്ഞതിന് ഇവരുടെ പേര് അത്ര പ്രസക്തല്ലേ പെണ്ണുങ്ങളുടെ. പെണ്ണുങ്ങള് അവര് ഗൈനിക്ക് ചോദിച്ചപ്പോ ഇവര് പ്രത്യേകം ഒരു സ്ഥലത്ത് ഇരിക്കുവെന്നാ പറഞ്ഞു. സമ്മതിച്ചു. അപ്പം അറിയില്ലല്ലോ, ഇത് നെറ്റിൽ കാണുന്ന അനുസരിച്ച് പോകുന്ന റിവ്യൂ നോക്കി പോകുന്നല്ലേ. എല്ലാം ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു. പിന്നെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും. ഇഞ്ചക്ഷൻ ചെയ്താൽ പാൻ്റെ പ്രസവമുള്ള ഇഞ്ച എടുക്കും. ഗ്യാസ് ഉണ്ടാകാതിരിക്കാം. ഇപ്പൊ കൊടുക്കുന്ന മരുന്നിന്റെ IV ആ ആന്റിബയോട്ടിക്കിനും എടുക്കും. ഗ്യാസ് കൂടാതില്ല. അപ്പച്ചനെടുത്തതാ ചോദിച്ചാലും തിരിച്ചു രോഗികളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. ഞാൻ പിന്നെ വേണ്ടിയില്ല. ചോദിക്കണ്ടായിരുന്നു. പിന്നെ അവര് നമ്മളെ അവിടെ നിന്ന് ചാടിക്കും. പിന്നെ ലിഫ്റ്റേ കയറിയിട്ട് ഇറങ്ങിയല്ലോ. അത് അവരുടെ മര്യാദ. സാധാരണക്കാരന് ഇറങ്ങത്തില്ല. അവർക്ക് വിശന്ന് തുള്ളി പോവുക. നമുക്ക് ആ കടയിലൊന്നും കയറിയിട്ട് പാടില്ല. ഇത്രയും വണ്ടി ഓടിച്ച് വന്നിട്ടൊരു കാര്യമുണ്ട്. ലേക്ഷൂറ് പിന്നെ അമൃത ഒക്കെയാണ് ഈ ഗൈനിക്കിന്റെ ഇതില് ഏറ്റവും നല്ലത്. ചിലപ്പോ അത് ഡെലിവറി ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഇവര് വേറെ ആദ്യം നമ്മൾ എടുത്ത ഇതൊന്നും ഇല്ല, ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അവര് പറയുന്ന അതിലെല്ലാം സെയിം പ്രശ്നമാണ്. ആദ്യം എടുത്തതിലൊന്നും ഇല്ലെന്നേ. ഞാൻ സത്യമായിട്ടും ചോദിക്കാൻ വേണ്ടി നിങ്ങൾ രോഗികളെ അല്ല, ഞാൻ സത്യമായിട്ട് ചോദിക്കാൻ വന്നത് നിങ്ങൾ രോഗികൾ ഇങ്ങനെയാണ് എക്സാമിൻ ചെയ്യുന്നത് ചോദിക്കാൻ വന്നതാ. ഇത്ര ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് മെഡിസിൻ ഇല്ലാണ്ട് എങ്ങനെയാ അത് ശരിയാ? അവരൊന്നും ഇതൊന്നും കഴിക്കേണ്ടത്. ഇതൊന്നും കഴിക്കേണ്ടത്. ഇപ്പൊ എന്നിട്ട് പറഞ്ഞില്ല അഡ്മിറ്റ് ആവാൻ. അല്ല, ചത്തുവോക്കട്ടെന്നാണ് വിചാരിക്കുന്നത്. ഈ പെട്ടെന്ന് അത് ഇതാവൂലേ, ഒന്നാമത് ഇൻഫെക്ഷൻ ആയിട്ട്. പിന്നെ പെട്ടെന്ന് അമ്മച്ചി കേട്ടില്ലേ അന്ന് നടുവിന് വീണിട്ട് നിങ്ങളുടെ അടുക്ക വന്നിട്ടേ, അന്നേരം അവര് സാരമില്ല തിരുമ്മി വിട്ടു. അപ്പൊ അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കിയത് ഇൻഫ്ലമേഷൻ അടിച്ചിട്ടായിരുന്നു. പെട്ടെന്നല്ലേ. എന്തായാലും കുഞ്ഞുണ്ണി നല്ല സമയത്താ വന്നേ. അവൻ പെട്ടു. എന്നെ പരീക്ഷ ഉണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് അതിലും ബേജാറ്. ഡേറ്റ് വന്നോടാ. അതിന് ബുക്ക് കൊണ്ടുവന്നോ? ഇത് പഠിക്കുന്നുണ്ടോ? രണ്ടെണ്ണം കൂടെ കുത്തിയിരുന്ന് വർത്താനം പഠിക്കുന്നുണ്ടെങ്കിൽ ടെൻഷനില്ല. അവർ വീട്ടിലിരുന്നാൽ അവിടെ ഇരുന്നാൽ നമുക്ക് അവിടത്തേക്ക് പഠിക്കാൻ ഇവിടെ ആയിരിക്കും സുഖം. പഠിക്കണേ എന്റെ പൊന്നു മോൻ. പഠിക്കുന്നൊക്കെ ഉണ്ട്. പാവം അമ്മ ഹോസ്പിറ്റലിലാണ്. പിന്നെ കുഴപ്പമൊന്നുമില്ല. അവിടെ ഇഞ്ചക്ഷൻ വയ്ക്കാൻ വേണ്ടിയിട്ട്, ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. വേറെ പ്രശ്നമൊന്നും ആരും പേടിക്കണ്ട.
എത്ര സത്യം പറഞ്ഞാൽ ഇപ്പം അഡ്മിറ്റ് ആയി കേൾക്കുന്ന സ്ഥലത്ത് പോകണം എന്ന് എനിക്കും അമ്മയ്ക്കും അച്ഛനും തീരെ ഇഷ്ടമില്ലാത്ത സ്ഥലമാണ്. പക്ഷേ വേറെ നിവൃത്തിയില്ല, പോയേ പറ്റൂ ആ സ്ഥലത്ത്. പിന്നെ ആസ്റ്റർ മെഡിസിറ്റി പോയ കാര്യം അത് പറഞ്ഞ പോലെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് പോയതാണ്. നല്ല ഡോക്ടർ ആയിരിക്കും, നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി പോയതാണ്. എവിടെ ആ ഡോക്ടർ വെറും വൃത്തികെട്ട ഡോക്ടർ. മര്യാദയ്ക്ക് ഒരു രോഗീനെ എക്സാമിൻ പോലും ചെയ്യാതെയാണ് അവർ വെറുതെ റിപ്പോർട്ട് കൂടെ മാത്രം കണ്ടുപിടിച്ചിട്ട് അവർ പറയുന്നത്. ഇതിനൊരു ഓപ്ഷനൊന്നുമില്ല. പഴയ റിപ്പോർട്ടും ഇപ്പോഴത്തെ റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് ഇതിലൊക്കെ ഒരേ ഇഷ്യൂ ആണ്. ഇതൊക്കെ പിന്നെ സർജറി അങ്ങനെ അവർ പറയുന്നത്. വേറെ ഒന്നും അവർക്ക് പറയാനില്ല. എന്തൊരു വൃത്തികെട്ട സ്ത്രീയെന്ന് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ മുൻപിൽ ഒരു രോഗി വരുമ്പോൾ ആ രോഗിനെ കൃത്യമായിട്ട് എക്സാമിൻ ചെയ്തിട്ടല്ലേ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയേണ്ടത്. ടു ബാഡ്. എന്തായാലും എൻ്റെ കാര്യത്തിന് എനിക്കിപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല, ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല, പ്രൈവസി കൺസേൺസ്. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് ഞാനിപ്പോൾ എന്താണെന്നുള്ളത് റീസൺ പറയുന്നില്ല. പിന്നീട് എല്ലാം ഒന്ന് സെറ്റിൽ ഡൗൺ ആയ ശേഷം പറയാം. ഓക്കെ, അതല്ലേ ഇനി ശരി. എല്ലാവരും പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥന ഓർത്താൽ മതി. ഇതിനിടയ്ക്ക് ഇന്ന് കാറിൽ സാധനങ്ങളൊക്കെ എടുപിടിന്ന് എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ ഡിക്കിയുടെ ഡോർ വന്ന് നല്ല ഒറ്റയിടി എൻ്റെ ഇവിടെ. അത് കാണൂല, ഈ മുടി നിൽക്കുന്നുണ്ട്, അത് കാണത്തില്ല. അതാ ഇവിടെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു നല്ല രീതിയിൽ മുഴച്ചിട്ടുണ്ട്. സാരമില്ല, ഇതൊക്കെ ഒരു പാർട്ടാണ്. ഇപ്പം ഞാനും കുഞ്ഞിനും ഒറ്റയ്ക്കേ ഉള്ളൂ. അവൻ കിടന്നു, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അങ്ങനെ ഇനി ഞങ്ങൾ വന്നു, ഫുഡ് ഓർഡർ ചെയ്ത് നിന്ന് കഴിക്കുകയതേ. പക്ഷേ വന്നപ്പോഴേക്കും തിരിച്ചു വിളിച്ചു. കാരണം നമുക്ക് കിട്ടിയ റൂമിൽ ഭയങ്കര ബാഡ് സ്മെല്ലായിരുന്നു. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് എടുത്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ മറ്റൊരു അമ്മയുടെ എന്തെങ്കിലും പറയണോ? അങ്ങനെ റൂം മാറ്റി തന്നു. ഇപ്പോൾ വേറെ റൂമിലാണ്. അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ. ബാക്കി വിശേഷങ്ങൾക്ക് നമുക്ക് നാളെ കാണാം. അപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് ബൈ, ഗുഡ് നൈറ്റ്.